ആദ്യമേ തന്നെ ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്ന അമ്മ മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഒരു കൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് നികിത പോൾ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അമ്പുനാട് ഇടവകയിൽ നിന്നാണ്. ഞാൻ 2024 BSc നഴ്സിംഗ് എയിംസ് ന്യൂഡൽഹിയിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നത്. ഞാൻ എയിംസിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ ജിപ്മർ പോണ്ടിച്ചേരിയിലുള്ള റിട്ടേൺ എക്സാം 180ാമത്തെ റാങ്കോട് കൂടി ഞാൻ പാസ്സായി. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആയിരുന്നു. സ്കിൽ ടെസ്റ്റ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഞാൻ ഫുൾ ബ്ലാങ്ക് ഔട്ടായി പോയി അവിടെ ചെന്നപ്പോൾ തന്നെ. അങ്ങനെ സ്കിൽ ടെസ്റ്റ് വളരെ മോശം എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ഞാൻ കടന്നുപോയത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം റിട്ടേൺ ടെസ്റ്റ് ഭയങ്കര നല്ല റാങ്കോട് കൂടി പാസ്സാവുകയും ജസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്രോസ് ചെയ്യേണ്ട സ്കിൽ ടെസ്റ്റ് ഞാൻ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എൻ്റെ മമ്മി പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എയിംസിൽ നിന്ന് പാസ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ എയിംസിൽ പഠിച്ച് ഇറങ്ങിയവർക്ക് അവിടെ കോൺട്രാക്ച്വൽ ജോബിന് അപ്ലൈ ചെയ്യാമായിരുന്നു. ആ ആഴ്ച തന്നെ എനിക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് ഞാൻ ഡൽഹിയിലേക്ക് പോയി കോൺട്രാക്ച്വൽ ജോബിന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ഉടമ്പടിയിലുള്ള ജീവിതപ്രകാരം എനിക്ക് ജീവിക്കാനൊന്നും സാധിച്ചില്ല. ഞാൻ നന്നായി ഉഴപ്പിയെന്ന് ഞാൻ പറയാം. അങ്ങനെ ജോലിയും അടുത്ത എയിംസിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ട പഠനവും രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ അങ്ങനെ ജോബ് റിസൈൻ ചെയ്തു. ഞാൻ തിരിച്ച് നാട്ടിൽ മെയിൽ വന്നു. ആ ആഴ്ചയിൽ തന്നെ ഞാനും മമ്മിയും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. 2025 മെയ് 26 ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അങ്ങനെ തീർത്ഥാടക ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ ദിവസേന ദിവ്യബലി കൂടും. പിന്നെ രാവിലെ 5:30 പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചെല്ലും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കേൾക്കും. അങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഇന്ന് 43ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു വെളിച്ചം തരുമെന്ന് ഒരു ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുകയുണ്ടായി. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ തിരുവചനം ബൈബിള് ഞാൻ എല്ലാ ദിവസവും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, കാരണം ഞാൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ബൈബിള്. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്താണ് ആദ്യം വായിക്കുന്നത്. അങ്ങനെ എയിംസിൻ്റെ എൻട്രൻസ് എക്സാം 2 സ്റ്റേജായിട്ടാണ്. ഒന്ന് പ്രിലിമിനറി എക്സാമും 2 മെയിൻസ് എക്സാമും. എനിക്ക് 2 എക്സാമിനും എനിക്ക് കിട്ടിയത്, ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് എക്സാമിന് പോകുമ്പോൾ നീ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന്. അങ്ങനെ എൻ്റെ 2 എക്സാമിൻ്റെ സെൻറ്ററും മാതാവിൻ്റെ പേരിലുള്ള സെൻറ്ററായിരുന്നു. അങ്ങനെ പ്രിലിമിനറി എക്സാം നല്ല പെർസെൻറ്റേജോട് കൂടി എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ആ ഒരാഴ്ചയ്ക്കുള്ളിലാണ് മെയിൻസ് എക്സാം വരുന്നത്. മെയിൻസ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് മൊത്തം എൻ്റെ ഫുൾ ടോപ്പിക്സ് ഒന്നും കവർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. എങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഞാൻ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ ഇവിടെ നിന്ന് ലഭിച്ചിരുന്ന വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിലും അതുപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബുക്കുകളിലും ഞാൻ തേക്കുമായിരുന്നു. കൂടാതെ ഉപ്പും എൻ്റെ ബുക്കിൻ്റെ പേജുകളിൽ ഞാൻ വിതറി പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മെയിൻസ് എക്സാം വന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മെയിൻസ് എക്സാം നമുക്ക് 45 മിനിറ്റ്സിൽ 40 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 160 ക്വസ്റ്റ്യൻസാണ് മൊത്തം വരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാമിൻ്റെ മൊത്തത്തിൽ. ആക്ച്വലി എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു. എക്സാം ഏകദേശം തീരാറായി. ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു, മാതാവ്, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നീ എന്തുകൊണ്ട് എൻ്റെ എക്സാം ഇത്ര ടഫാക്കി തന്നു? എനിക്ക് ഭയങ്കര, കാരണം
ജോലിയെല്ലാം റിസൈൻ ചെയ്ത് വന്നാണ് ഞാൻ പഠിക്കാൻ ഇവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു. ഒരു 1 മിനിറ്റിനുള്ളിൽ എൻ്റെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോയി. ഞാൻ പേടിച്ചു. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ബാക്കി എല്ലാവരുടെ സിസ്റ്റം ഓണാണ്, എൻ്റെ മാത്രം സിസ്റ്റം ഓഫായിപ്പോയി. എൻ്റെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത 160 ക്വസ്റ്റ്യൻസും സേവ് ചെയ്തത് പോയിട്ടുണ്ടാകുമോ, അതായിരുന്നു എൻ്റെ ആകെയുള്ള ടെൻഷൻ. ഒരു 10 to 15 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റം ഓണായി. ദൈവഭാഗ്യത്തിൽ വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എക്സാം ടഫായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു പ്രതീക്ഷയൊന്നും വേണ്ട. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ റിസൾട്ട് വരികയായി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടുകാർക്കായിരുന്നു മൊത്തം ഹോപ്പ്. ഞാൻ അന്ന് വൈകിട്ട് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു 10-20 മിസ് കോള്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചു ചോദിക്കുന്നു എങ്ങനെയുണ്ട് എക്സാം. എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഞാൻ റിസൾട്ട് നോക്കി. എനിക്ക് വളരെ നല്ലൊരു റാങ്ക്. ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറിയിൽ ഇത്ര റാങ്കിനുള്ളിൽ കയറിയാൽ മാത്രമേ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. വേറെ റിസർവേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര നല്ല റാങ്കും എൻ്റെ റാങ്കിൽ 7 ഉള്ള ഒരു നമ്പറും കൂടി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇത് മാതാവ് എനിക്ക് തന്നതാണ് എന്ന വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഓപ്ഷൻസ് എല്ലാം ചൂസ് ചെയ്തു. ഡൽഹിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ തിരിച്ചെനിക്ക് ഡൽഹിയിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വീടിനോട് കൂടുതൽ അടുത്ത് സൗത്ത് ഇന്ത്യയിലുള്ളൊരു എയിംസ് ചൂസ് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ വെച്ചതിൽ എൻ്റെ 3rd ഓപ്ഷനായ എയിംസ് മംഗളഗിരി, അതായത് ആന്ധ്രയിലുള്ള എയിംസ്, എനിക്കിഷ്ടപ്പെട്ട ഒരു എയിംസ് ആയിരുന്നു. എനിക്ക് അവിടെ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ January 1 എനിക്ക് ലഭിച്ചു. ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇത്രയും തന്ന ദൈവത്തിനും തിരുക്കുമാരനും മാതാവിനും 1000 കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തു വരുന്നിരുന്നത്, ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചിരുന്ന പത്രങ്ങൾ എന്നിൽ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. കൂടുതൽ ഞാൻ കൊടുത്തിരുന്നത് മറ്റ് അക്രൈസ്തവരായുള്ള ആളുകളിലേക്കാണ്. അധികമൊന്നും എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തു വരുന്നിരുന്നത്, ഞാൻ പൊതിച്ചോറിനുള്ള പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നഴ്സായതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തതുകൊണ്ടും എൻ്റെ മുൻപിൽ വരുന്ന രോഗികൾക്ക് എന്നെ കൊണ്ടാകുന്ന സഹായങ്ങളും നല്ല രീതിയിലുള്ള ശുശ്രൂഷ സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വൃദ്ധസദനത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്ന ദൈവത്തിനും മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിഖിത പോൾ എന്ന ഈ മകൾ എയിംസിൽ തനിക്ക് നേഴ്സായി ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. എയിംസ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ജോലി ലഭിക്കുക എന്നത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും സ്കിൽഡായിട്ടുള്ള കുട്ടികൾക്കാണ് അവിടെ ജോലി ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മകളുടെ ആ വാക്കുകളിൽ മകൾ കടന്നുപോയ പരീക്ഷയുടെ കാഠിന്യത്തെയും അതെത്ര കണ്ട് മകളുടെ സാധാരണ സാധ്യതകളെ ഇല്ലാതാക്കും വിധമുള്ള പ്രയാസത്തെയും ഒക്കെ മകൾ സൂചിപ്പിച്ചു. അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പഠനം മുഴുവനും മുൻപോട്ട് കൊണ്ടുപോയി പരീക്ഷയുടെ അവസരത്തിലും ഉടമ്പടി നേർച്ചവസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ദൈവികമായ സംരക്ഷണയിൽ വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സവിശേഷമായ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ പരീക്ഷ എഴുതിയതിൻ്റെ സാക്ഷ്യമാണ്
മകൾ ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിനെ സഭ ഏറ്റെടുത്ത് അംഗീകരിക്കുന്നത് വരെയും അമ്മയുടെ കൂടെ ആവശ്യമാണ്. തൻ്റെ മക്കൾ തന്നെ തേടി വരുമ്പോൾ തൻ്റെ തിരുക്കുമാരൻ്റെ അരികിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സഭയും ലോകവും ഇത് ആദരിച്ച് അംഗീകരിക്കുന്നതിന് തൻ്റെ ശക്തമായ സാന്നിധ്യവും തന്നിലൂടെ ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങളെയും ഏറ്റെടുത്ത് സാക്ഷ്യപ്പെടുത്തുക എന്നത്. അതുകൊണ്ട് അമ്മയുടെ വലിയ പ്രവൃത്തികൾ ചെയ്യുന്നൊരു കാലമാണിത്. നമ്മൾ തളർന്നും തകർന്നും അമ്മയുടെ അരികിലെത്തുമ്പോൾ അമ്മ തിരുക്കുമാരൻ നമ്മളെ കൊടുത്തുകൊണ്ട് ലോകത്തിൽ ഈ പ്രത്യക്ഷീകരണം ഏറ്റെടുത്ത് അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടി വലിയ പ്രവൃത്തികളിലൂടെ നിരന്തരം ലോകത്തോടമ്മ സംസാരിക്കുകയാണ്. എളിയവരിലൂടെ, എളിയവരുടെ അധരങ്ങളിലൂടെ ലോകത്തോടമ്മ സംസാരിക്കുന്നു. ഞാൻ വിശ്വാസമില്ലാതെ അമ്മയെ തേടി വന്നു. അമ്മ എൻ്റെ കരം പിടിച്ചെൻ്റെ ജീവിതത്തിന് ഉറപ്പുള്ളതാക്കി. ഞാൻ തകർന്നെൻ്റെ കുടുംബം തരിപ്പണമായി ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിതം തകർന്ന് ഞാൻ ഈ ആലയത്തിലെത്തി. എൻ്റെ അമ്മ മാതാവിനെ നേർവഴിക്ക് നയിച്ച് എൻ്റെ ആത്മാവിനെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിനുടമപ്പെടുത്തി എൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും തിരികെ നൽകി. ഓരോ സാക്ഷ്യവും അത് തന്നെയാണ്. മകളും ഈ അൾത്താരയിൽ പറയുന്നുണ്ട്, എനിക്ക് പഠിപ്പും പ്രാപ്തിയും ഉണ്ടെങ്കിലും ഈ പരീക്ഷ ജയിക്കുവാനുള്ള കഴിവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ജോലി രാജിവെച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴും ഇതിൻ്റെ വാസ്റ്റ് സിലബസും എന്ത് കടുകട്ടി ചോദ്യങ്ങളും കണ്ട് ഞാൻ തന്നെ ക്ലേശിച്ചിരുന്നു. പരീക്ഷയുടെ മണിക്കൂറുകളിലും ഞാൻ കടന്നുപോയത് അമ്മയെ ഇത്ര കണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും അമ്മ എന്നെ ഈ പരീക്ഷയ്ക്ക് പരാജയപ്പെടുത്തുകയാണോ, ഞാൻ തോറ്റുപോവുകയാണോ? മകളത് ആ മണിക്കൂറിൻ്റെ അവസാനം ചോദിക്കുന്നുണ്ട്, എനിക്കത് കിട്ടത്തില്ലേ എന്ന്. അതിനൊരു അടയാളം കിട്ടിയത് മകൾ പറഞ്ഞു, പെട്ടെന്ന് സിസ്റ്റം ഓഫായിപ്പോയി, ജീവിതം തീർന്ന് നമ്മൾ കരുതി. എന്നാൽ പിന്നീട് തിരിച്ചു വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ അവൾ ചെയ്ത ഉത്തരങ്ങളൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ടെന്ന് മകൾ ഏറ്റുപറയുന്നുണ്ട്. എനിക്ക് റാങ്ക് ലഭിച്ചപ്പോൾ അത് 7 എന്നൊരു അക്കത്തോടു കൂടി കിട്ടി. കാരണം അമ്മയുടെ അക്കമാണ് 7 എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് എനിക്ക് ലഭിച്ചത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ എൻ്റെ ഓർമ്മ കൊണ്ടല്ല, ഞാൻ പഠിച്ച് മനഃപ്പാടമാക്കിയതിൻ്റെ സിദ്ധി കൊണ്ടല്ല, മറിച്ച് അമ്മയുടെ കൃപയാൽ, ഈശോയുടെ അനുഗ്രഹത്താൽ ഈ വിജയം നിനക്ക് തരുന്നുവെന്ന് അമ്മ അനുഗ്രഹിച്ച് നൽകിയ റാങ്കും പ്രതീക്ഷിച്ചതിൻ്റെ 10 ഇരട്ടി മികച്ച മാർക്ക് നൽകി മകളെ സഹായിക്കുകയും ജോലി മകൾക്ക് സുരക്ഷിതമാക്കുകയും ചെയ്തത് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, ഞാൻ തിരഞ്ഞെടുത്തൊരിടം അതെനിക്ക് ആന്ധ്രയിലെ എയിംസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു. അമ്മ മാതാവിൻ്റെ 3rd ഓപ്ഷൻ അങ്ങനെ എനിക്ക് ജോലിക്കായി കണ്ടെത്തി നൽകുകയും ചെയ്തുവെന്ന. പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കുന്ന നിയോഗം എന്തുമാവട്ടെ, എത്ര കണ്ട് കുരുക്കുള്ളതാവട്ടെ, എത്ര കണ്ട് വൈകിയതാവട്ടെ, എത്ര കണ്ട് മറ്റാർക്ക് സഹായിക്കാനാവാത്തതാവട്ടെ, കൊടുക്കുമ്പോൾ ആ നിയോഗത്തിനൊപ്പം ഉടമ്പടിയുടെ ഒരു വൃത്തിയുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. കാരണം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക, ദൈവശരണത്തിൽ ജീവിക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആത്മാവിനെ ശുദ്ധതയോടുകൂടി സൂക്ഷിക്കുക. അതാണ് ഉടമ്പടിയിൽ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഉടമ്പടിയിൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഈ അടിസ്ഥാന ഘടകങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മളത് വിനയത്തിലും വൃത്തിയിലും ചെയ്തു കഴിയുമ്പോൾ ദൈവം പ്രവർത്തിക്കേണ്ടത് നമുക്ക് വേണ്ടി എത്ര കണ്ട് പ്രയാസമുള്ള ഇടത്തിലും പ്രവർത്തിച്ച് നമുക്ക് അനുഗ്രഹമാക്കുന്നത് അനുഭവിക്കുവാനാവും. അതിനുവേണ്ടി അമ്മ മാതാവ് മകനൊപ്പം നിന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് വരെയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകൾക്ക് ലഭിച്ച വിജയത്തിന്, ജോലിക്ക്, ആത്മീയ ബോധ്യങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.